നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ദില്ലി ജൽ ബോർഡിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ ഇഡി ഇന്ന് കെജ്രിവാളിന് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കെജ്രിവാളിന് സമൻസ് ലഭിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ഇതെന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ദില്ലി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും അരവിന്ദ് കെജ്രിവാൾ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മദ്യ കുംഭകോണത്തിൽ അരവിന്ദ് കെജ്രിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പക്ഷേ ഈ ജല കുംഭകോണത്തിൽ പുതിയ നോട്ടീസ് ലഭിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് വലിയ ആശങ്കകൾ ഉണ്ട് താനും. അരവിന്ദ് കെജ്രിവാൾ ഈ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വരാതിരിക്കുന്നത് കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എങ്ങനെയെങ്കിലും അറസ്റ്റ് വരിക്കുക. തുടർച്ചയായി ഇഡി സമൻസുകൾ അവഗണിക്കുകയാണെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് കോടതി പലവട്ടം വ്യക്തമാക്കിയതാണ്. എന്നിട്ടും അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ നീങ്ങുന്നത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ തിരികെ പിടിക്കാനുള്ളതിന്റെ ഭാഗമായി കൂടിയാണ്. കാരണം അറസ്റ്റിനുള്ള നീക്കമുണ്ടായാൽ ദില്ലി, പഞ്ചാബ് എന്നിവിടങ്ങളിൽ സഹതാപ വോട്ട് ഉറപ്പിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളും വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ അഴിമതി കേസുകളിൽ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. ഈ മദ്യ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിലെ കുറ്റപത്രത്തിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെടുന്ന പേര് അരവിന്ദ് കെജ്രിവാളിൻ്റെതാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് BRSന്റെ നേതാവും KCRന്റെ മകളുമായ കെ കവിത ഇതേ കേസിൽ തന്നെ അഴിക്കുള്ളിലാവുന്നത്. അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് വരിച്ച് ഒരു രക്തസാക്ഷി പ്രതീതിയൊക്കെ ഉണ്ടാക്കി സഹതാപ വോട്ടുകൾ ഉറപ്പിക്കുക എന്നത് തന്നെയാണ് ആം ആദ്മി പാർട്ടി മുന്നിൽ കാണുന്ന തന്ത്രം എന്ന് പറയുന്നത്. അതിലൂടെ രക്തസാക്ഷി പരിവേഷം കിട്ടുമെന്നവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു അപവാദമുണ്ട്. കാരണം ഹേമന്ത് സോറൻ ഇപ്പോൾ അഴിക്കുള്ളിലാണ്. അദ്ദേഹവും നിരന്തരം ഇഡിയുടെ സമൻസുകൾ ഇതേപോലെ അവഗണിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ അവിടെ വലിയ മായാജാലം ഒന്നും സംഭവിച്ചില്ല. മറിച്ച് ഹേമന്ത് സോറൻ അകത്താവുക മാത്രമാണ് ചെയ്തത്. ഭരണപക്ഷത്തിന് വലിയ ഒരു അനുകൂല വികാരം ആ സംസ്ഥാനത്ത് സൃഷ്ടിച്ചെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നും ഓർക്കേണ്ടതുണ്ട്. എന്തായാലും തുടർച്ചയായി സമൻസുകൾ തള്ളിക്കൊണ്ട് രാഷ്ട്രീയപരമായ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ആം ആദ്മി പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.